കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ചെറുത് വേണ്ട, വലുതെന്നെ ഇരിക്കട്ടെ. ആരും ഇല്ലേ ഇവിടെ? അമ്മ, 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 ആരും ഇല്ലേ ഇവിടെ? ദാ വരണു. അമ്മ, എന്തെങ്കിലും താമ. സുഖമില്ലാത്ത കൊച്ചാണമ്മ. കഴിക്കാൻ എന്തേലും വേണോ? കഴിക്കാനൊന്നും വേണമെന്നില്ല, കാശായിട്ട് എന്തേലും തന്നാ മതി. മോനെന്താ അസുഖം പറഞ്ഞ്? ശരി ചേച്ചി, ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. അമ്മ, കഴിക്കാൻ കൂടി എന്തെങ്കിലും എടുത്താ കൊള്ളായിരുന്നു. ശരി ശരി, ഇവിടെ നിൽക്ക്, ഞാൻ ശരി അമ്മ. ഇവരിതെവിടെ പോയി? പോയോ? ഇവിടെ നിൽക്കാൻ പറഞ്ഞാണല്ലോ. Wow, what a wonderful cake. മോളെ, ജ്യോതി മോളെ, ജ്യോതി. ആമാ. മോളെ, this is very beautiful cake. നിനക്ക് ഇത്രയ്ക്ക് നൈസായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാന്നേ എനിക്കറിയത്തില്ലായിരുന്നു. ബേട്ടി, നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്കൊരു കേക്ക് കട്ടൊക്കെ തുടങ്ങിയാലോ? അതിനിപ്പോ എന്താ, അമ്മ റെഡിയാണെങ്കിൽ ഞാൻ ഡബിൾ റെഡിയാ. എന്നാ പിന്നെ ഞാൻ അവനോട് പറയട്ടെ. എന്തോന്നു? നമ്മളൊരു കേക്ക് കട്ട് തുടങ്ങുന്ന കാര്യം. അതെ, വേണമെങ്കിലേ ആ റെസ്റ്റോറന്റ് ഭാഗത്തെ നമുക്കൊരു കേക്ക് കട്ട് തുടങ്ങാം. അവിടെ ആവുമ്പോ നിനക്ക് നിന്റെ ഹസ്ബൻഡിനെ എപ്പോഴും കാണുകയും ചെയ്യാം. എങ്ങനെയുണ്ട് ഐഡിയ? അതിനേക്കാൾ എനിക്കിഷ്ടവേ ഒരു ഷോക്കേസ് ഇല്ലേ, അതിനകത്ത് കയറ്റി ഹിറ്റ്ലറിനെ വെക്കുന്നതാ. അല്ല പിന്നെ അതാവുമ്പോ എനിക്ക് എപ്പോഴും കണ്ടോണ്ടിരിക്കാലോ. അമ്മ ഒന്ന് പോയേ, ഇതൊന്നും ആ ഹിറ്റ്ലർ സമ്മതിക്കത്തില്ലെന്നേ. നമുക്ക് നോക്കാന്നേ. എന്തായാലും എനിക്ക് കേക്ക് ഇഷ്ടപ്പെട്ടു. ദൈവമേ, എന്റെ മോളൊരു പാവാട്ടോ. അതമ്മക്ക് ഇപ്പോഴാണോ മനസ്സിലായേ? അങ്ങ് മാറ്റി, അതങ്ങ് മാറ്റി പിടി. ഞാൻ അല്ലെങ്കിലും പാവം അമ്മേ. ആണോ? അച്ചോടാ. അല്ല, ഇപ്പൊ എന്താ ഇങ്ങനെ പുകഴ്ത്താൻ കാരണം? എന്ത് പറ്റി? ഒരു സ്നേഹം? അതേ, ഹരിപുരയുടെ പിറന്നാളിനെ നിനക്ക് കേക്കുണ്ടാക്കാൻ തോന്നിയല്ലോ, അതാ. അതാണോ? അത് സ്നേഹം കൊണ്ടൊന്നും അല്ല. പിന്നെ ഈ കേക്കെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് എന്നോട് ഇത്തിരി ഇഷ്ടം തോന്നി ഇവിടുന്ന് പോയി തന്നാലോ എന്ന് ആലോചിച്ചിട്ടാ. ആഹാ, അമ്പടി കേമി, നീ ആള് കൊള്ളാലോ. സത്യം പറഞ്ഞതാ അമ്മ. ഹരിപ്രിയ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷം ഉണ്ടല്ലോ, എനിക്ക് ടെൻഷൻ കൂടി കൂടി വരുവാ. അല്ല, ഹരിപ്രിയ എന്തിനാ ഇവിടെ ഇങ്ങനെ താമസിച്ചോണ്ടിരിക്കുന്നത്? അവക്കങ്ങ് തിരിച്ചു വെക്കൂടെ? അതൊന്നും നീ നോക്കണ്ട. അവര് വന്നാലും പോയാലും അതൊന്നും നിന്റെ ലൈഫിനെ ബാധിക്കില്ല. ആര് പറഞ്ഞു? നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ അമ്മയുടെ മോന്റെ മനസ്സിൽ ഒരു ഇളക്കമൊക്കെ തട്ടിയിട്ടുണ്ട്. ഹരിപ്രിയെ സുപ്രിയെ പോലെ തോന്നുന്ന അമ്മയുടെ മോൻ പറയുന്നേ. ലിറ്റിൽ കണ്ണാ, അവരങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. എന്നാ നീ സൂക്ഷിക്കണം കേട്ടോ. ഞാൻ എന്തിനാ സൂക്ഷിക്കുന്നേ? ഈ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് അവൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കണം, പറഞ്ഞേക്കാം.
അത് ഞാൻ എങ്ങനെ പറയും ബേട്ടി? അവള് സുപ്രിയയുടെ അനിയത്തിയല്ലേ? ആ പറഞ്ഞു പോലെ അത് ശരിയല്ലേ. പക്ഷെ ഞാനമ്മയുടെ മരുമോളും ഹിറ്റ്ലറിന്റെ ഭാര്യയാ, അനിയത്തിയാണ് പോലും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തുവാ? അവളെങ്ങാനും എന്റെ ഭർത്താവിനെ വശീകരിച്ച ഈ കേക്കിനകത്തെ വിഷം കലക്കി കൊടുക്കും ഞാൻ അവക്ക്. എന്നിട്ട് അമ്മയുടെ മോനും കൊടുക്കും. എന്നിട്ട് ഞാനും കഴിച്ച് ഞാനും ചാവും. അല്ല പിന്നെ അനിയത്തിയാണ് പോലെ അനിയത്തി. ഒരു ഹരിപ്രിയ വന്നേക്കുന്നു. ഹരിപ്രിയല്ലേ അവള്? കരിപ്രിയ. കരി കരി എന്റെ ജീവിതത്തിൽ വന്ന കരി. ഓ മൈലിറ്റിൽ കണ്ണ. അയ്യോ, അവള് പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യോ? അവിവേകം കാട്ടാതെ നീ നോക്കിക്കോണേ എന്റെ കണ്ണ. എന്റെ കൃഷ്ണ, ഒരു കാര്യപ്പാ. എന്തായാലും ബേക്കറിക്കാരിക്ക് നല്ല പണിയാ ഡീക്കെ തന്നത് അല്ലേ താറേ? പിന്നല്ലാതെ. സുപ്രിയാന്റിയുടെ ബർത്ത്ഡേ ഡീക്കൊക്കെ എങ്ങനെ മറക്കാൻ പറ്റുമോ? ഹരിപ്രിയെ മുന്നിൽ നിർത്തിയെന്ന് മാത്രം. ഇനിയിപ്പോ ഡീക്കെ ഹരിപ്രിയ എവിടുന്ന് പറഞ്ഞേക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനൊന്നും മിണ്ടിയേക്കല്ലേ. ചിലപ്പോ ഇവിടെ കേക്കിൽ വല്ല വിഷവും ചേർത്തോളേ. നിന്നെയൊക്കെ ശരിയാക്കി തരാവടി. എന്തായി ബേട്ടി? കേക്ക് പൊട്ടി ഫ്ലൈ അയച്ചാ? ഞാനിപ്പോഴേ തമിഴ് കൂടെ പഠിക്കുന്നുണ്ട്. അയ്യോ, എന്തിനാ അമ്മേ? അമ്മയുടെ ഇംഗ്ലീഷ് തന്നെ ധാരാളം. അപ്പടി ചൊല്ലിക്കൂടാതെ ബേട്ടി. നമ്മ മലയാളത്തിന്റെ തായ്മൊഴി തമിഴാടി. വാട്ട് എ ബ്യൂട്ടിഫുൾ തമിഴ് ടോക്കിംഗ്. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. വാ താറേ, നമുക്ക് ഹരിപ്രിയ വിളിച്ചോണ്ട് വരാം. എനിക്ക് കൊഞ്ചം കൂടെ പേശനടി. അയ്യോ അമ്മ വേണ്ട. മാമായിച്ചി നിക്കില്ലടി, നീ പോവട്ടെ. പോയാച്ചു ബേട്ടി, നമുക്ക് കൊഞ്ചം തമിഴ് പഠിക്കലാമാ. ചതിക്കല്ലേ അമ്മേ, എനിക്കുള്ള മലയാളം തന്നെ മതി. അപ്പടിയാ? അപ്പടി തന്നെ. അല്ലേ ഇന്ത മലയാളീസ് എല്ലാം ഇപ്പടിതാ. മുറ്റത്തെ മുല്ലയ്ക്ക് നോ സ്മെല്ലെന്നാണല്ലോ. ആരോട് പേശ? അത് ഇതും തമ്മിൽ എന്താ ബന്ധം? സത്യത്തിൽ എനിക്കിതൊരു സ്വപ്നം പോലെയാ. ഡി കെക്കൊപ്പം ഒരു പിറന്നാൾ ഇനിയും കൂടാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇതൊക്കെ ആഗ്രഹിച്ചല്ലേ നീ വന്നത്? അപ്പോ സന്തോഷിക്കല്ലേ വേണ്ടത്. എന്നിട്ടും സത്യം പറയാൻ പറ്റുന്നില്ലല്ലോ കമലേച്ചി. എന്തൊരു ധർമ്മസങ്കടം ഇത്. തൊട്ടരികിലുണ്ട്, എനിക്ക് കൈയെത്തി തൊടാം, ഒരു വാക്കിൽ പറയാം ഞാൻ ആരാണെന്ന്. പക്ഷെ എനിക്ക് കഴിയുന്നില്ല. അവസരങ്ങൾ ഓരോന്ന് കളയുന്നത് നീ തന്നെയാ എന്ന് തന്നെ പറഞ്ഞൂടെ? അത് വേണ്ട, ആദ്യം എന്നെ തിരിച്ചറിയുന്നു നോക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഈ സാരി കലക്കി. ഹരിപ്രിയക്ക് ഇത് നന്നായിട്ട് ചേരുന്നുണ്ട്. താങ്ക് യു. ശരിക്കും സുപ്രിയന്റെ പോലെ തന്നെ അല്ലേ താറേ? അതെ, ഒരു വ്യത്യാസവും ഇല്ല. ട്വിൻസ് ആയാലും ഇങ്ങനെ ഇരിക്കണം. അതെ, ജ്യോതി ഇവിടെ കേക്ക് സെറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇനി ഹരിപ്രിയ ഇവിടുന്ന് എങ്ങോട്ടും പോണ്ട. അതൊന്നും തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ. നാളെ എന്താകുമെന്ന് അറിയില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊപ്പം ഇവിടെയാ. ഐ എം ഹാപ്പി. വായിച്ചി. ഹാപ്പി ബർത്ത്ഡേ മോളെ.
Many, many happy returns of the day. താങ്ക് യു. Da. താങ്ക് യു. എല്ലാരും ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞെങ്കിൽ കേക്ക് കെട്ടിയായിരുന്നു. ഈ ആഘോഷമൊക്കെ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് വിളവിടുന്ന സ്ഥലം വിട്ടാൽ മതിയായിരുന്നു. മുൻ ഭാര്യയുടെ അനിയത്തിയോട് എന്തൊരു ഒലിപ്പീര്. കുറച്ച് സമയം കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. ഈ ബർത്ത്ഡേ ആഘോഷം മാറി മറിയും മക്കളെ. കാണിച്ചു തരാം ഞാൻ. ഹലോ. ആ, അപ്പോ നമുക്ക് ഇനി കേക്ക് കട്ട് ചെയ്യാല്ലേ? stop it. ആ കേക്ക് കട്ട് ചെയ്യരുത്. ഇപ്പൊ ഈ കേക്കിന് എന്താ കുഴപ്പം? ഇവിടെ മുറിക്കാൻ പോകുന്നത് ഈ കേക്കല്ല. ഞാൻ വേറെ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോ എത്തും. അതൊന്നും വേണ്ട. ഈ കേക്ക് തന്നെ ഇപ്പൊ കട്ട് ചെയ്താൽ മതി. പിന്നെ എന്തിനാ എന്നെ കൊണ്ട് ഈ കേക്ക് ഉണ്ടാക്കിച്ചത്? ദേ ഹിറ്റ്ലറെ, ഇങ്ങനെ കൂടെ നിന്നിട്ട് കാല് വാരല്ലേ. ഈ കേക്ക് തന്നെ കട്ട് ചെയ്താൽ മതി. ഹരിപ്രിയ, നീ കേക്ക് കട്ട് ചെയ്തേ. നോ, വേണ്ടെന്ന് പറഞ്ഞില്ലേ. ഈ കേക്ക് മുറിക്കാൻ പാടില്ല. അതെന്തുകൊണ്ടാന്നാ ഞാൻ ചോദിച്ചേ. എന്താ ഏട്ടാ പ്രശ്നം? ജ്യോതി കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. നമുക്ക് ഈ കേക്ക് മതി. മൈസൺ, നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഈ കേക്ക് നല്ല സൂപ്പർ കേക്കല്ലേ? ജ്യോതിയിലുള്ള ദേഷ്യം കേക്കിനോട് എന്തിനാ കാണിക്കുന്നത്? ബേട്ടി, അവനിതൊക്കെ പറയും. മോള് കേക്ക് കട്ട് ചെയ്യേ. വേണ്ട, അതിനകത്ത് വിഷം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണത് വേണ്ടെന്ന് പറയുന്നത്. വിഷമോ? ചുമ്മാ അനാവശ്യം പറയരുത് കേട്ടോ. ഞാൻ ഇതിനകത്ത് വിഷമൊന്നും ചേർത്തിട്ടില്ല. മോനെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇവൾ അതും ചെയ്യും അതിനപ്പുറം ചെയ്യും. അപ്പൊ ഞാൻ നേരത്തെ സംശയിച്ചത് വെറുതെ ആയില്ല. ദേ ഹിറ്റ്ലറെ, നിങ്ങൾ വലിയ ഷെഫായിരിക്കും, പക്ഷെ അതുകൊണ്ട് മറ്റുള്ളവരെ ഇങ്ങനെ അപമാനിക്കരുത്. ഞാൻ എന്തിനാ ഈ കേക്കിൽ വിഷം ചേർക്കുന്നേ? ഞാൻ പറഞ്ഞത് സത്യമാണ്. നീ ഉണ്ടാക്കിയ ഈ കേക്കിൽ വിഷം ചേർത്തിട്ടുണ്ട്. അയ്യോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കേക്ക് മുറിക്കേണ്ടത്. ആരാ കേക്കിൽ വിഷം ചേർത്തത്? ജ്യോതിയാണോ? ഞാനോ? ഞാൻ എന്ത് ചെയ്തിട്ടാ? ഇങ്ങോട്ട് ഇറങ്ങടി. പിടിച്ചിറങ്ങോട്ട്. നടക്കങ്ങോട്ട്, നടക്ക. ഇതെന്താ ഈ പോലീസ് വീട്ടില്? ഇവരാണ് ഈ കേക്കിൽ വിഷം ചേർത്തത്.
ഭിക്ഷക്കാരായിട്ട് വേഷം മാറി വന്ന ക്രിമിനൽസ് ആണ് ഇവര്. ഒരാള് മുൻവശത്ത് നിന്ന് ഭിക്ഷ ചോദിച്ചപ്പോ മറ്റൊരാള് പിൻഭാഗത്തുകൂടി വന്ന് വിഷം കലർത്തി. എന്നിട്ട് താൻ വന്നപ്പോഴേക്കും ഇവർ രക്ഷപ്പെടുകയും ചെയ്തു. സംശയം തോന്നിയപ്പോ തന്നെ ഞാൻ പോലീസ് വിവരം അറിയിച്ചു. ഇവരെ ഒന്ന് പിടികിട്ടാൻ വേണ്ടിയാ ഇതുവരെ കാത്തിരുന്നത്. തിരുനെൽവേലിയിലേക്കുള്ള ബസ്സിൽ നിന്നാ ഇവരെയൊക്കെ പൊക്കിയത്. സാമ്പിൾ ഇന്ന് തന്നെ ലാബിലേക്ക് എത്തിക്കണം. ആ കേക്ക് എടുത്ത് വണ്ടിയിലേക്ക് പോയി. യെസ് സർ. ആര് പറഞ്ഞിട്ടാ നിങ്ങൾ ഇതൊക്കെ ചെയ്തേ? പറയാൻ. മൂർത്തി പറഞ്ഞിട്ടാണെന്നാ ഇവര് പറഞ്ഞത്. മൈജി പഴയ മൂർത്തിയാണോ? എങ്കിൽ മൂർത്തി മാത്രമല്ല, MP വിഘ്നേശൻ കാണും ഇതിന്റെ പിന്നിൽ. എന്തായാലും ഞങ്ങൾ ഇവരെ വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്യട്ടെ. ഇതിന്റെ പിന്നിൽ ആരൊക്കെ ആയിരുന്നാലും അവരെ ഞങ്ങള് അകത്താക്കിയിരിക്കും. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ സാറേ. ശരി, കൊണ്ടുപോവരെ. സർ കേക്ക്. ശരി സർ. ശരി. എന്തായാലും വലിയൊരു ആപത്തിൽ നിന്നാ എല്ലാവരും രക്ഷപ്പെട്ടത്. ഇതാ വിഘ്നേഷിന്റെ പ്ലാൻ തന്നെയായിരിക്കും, ഉറപ്പാ. ഇതങ്ങനെ വെറുതെ വിടരുത് ടീക്കെ. ആ കേക്ക് എങ്ങാനും കഴിച്ചിരുന്നെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമായിരുന്നു? ലിറ്റിൽ കണ്ണൻ ഇവരെ CCTV എല്ലാം കാണിച്ചു കൊടുത്തില്ലേ? ആ, ഹരിപ്രിയ വിഷമിക്കണ്ട. ഇതൊന്നും തന്നോടുള്ള വിരോധമല്ല. ഈ വീടിനോടും ഞങ്ങളോടുള്ള പ്രതികാരമാണ്. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. എന്തായാലും മോളി കേക്ക് കട്ട് ചെയ്തേ.
ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഒരു 100 വർഷം നീ ഹാപ്പി ആയിട്ടിരിക്കാൻ യവ പ്രാർത്ഥിക്കാം. എടാ മോനെ കൊടുക്കടാ.